കൈലാഷ് എന്നോടുള്ള പിണക്കമൊക്കെ മറന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. പാർവതിയുടെ കാര്യത്തില് ഞാൻ കുറച്ച് കൂടുതൽ പിടിവാശി കാണിച്ചത് കാരണം കൈലാഷ് എന്നിൽ നിന്നും അകന്നുപോയത്. ആ സമയം നോക്കി നീ അവന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നു. അവൻ നിന്നോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറാൻ തുടങ്ങിയപ്പോ നീ അവന്റെ അമ്മയാണെന്ന് നിനക്ക് തോന്നിക്കാണും. ഒരിക്കലുമില്ല. അവനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അമ്മ ഞാനാ. ഒരു തരത്തില് നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നത് നന്നായി. എന്റെ മകനെയും ഭർത്താവിനെയൊക്കെ എനിക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റി. എന്നെ എല്ലാവരും ഇത്രയും കാലം മണ്ടിയാക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. കൈലാഷിന്റെ ആഗ്രഹം പാർവതിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നല്ലോ. അതിന് ഞാൻ സമ്മതിച്ചു. ഇത് മറ്റാരെങ്കിലും നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നെ നേരിട്ട് വന്ന് പറയണമെന്ന് തോന്നി. അതാ ഞാൻ നേരെ നിന്നെ കാണാൻ വന്നത്. നിങ്ങൾ കൈലാഷിന്റെ മനസ്സറിഞ്ഞ് നല്ലൊരു തീരുമാനമാണ് എടുത്തത്. ഇനി ഒരിക്കലും കൈലാഷ് നിങ്ങളെ വിട്ടു പോവില്ല. പാറു എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാ. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്കവളെ നന്നായിട്ടറിയാം. അവള് നല്ല കുട്ടിയാ. പാറു കാരണം നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം കൂടുകയുള്ളൂ. കൈലാഷിന്റെ സന്തോഷമാ എനിക്ക് വലുത്. അവന് പാർവതിയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി കൈലാഷിനെ ഞാൻ നോക്കിക്കോളാം. നല്ല കാര്യം. നിനക്കതത്ര നല്ല കാര്യമല്ല ഭൂമിക. നിന്നോട് കൈലാഷ് അടുക്കാനുള്ള ഒരേ ഒരു കാരണം നീ അവനെ പാർവതിയുമായിട്ട് അടുക്കാൻ സഹായിക്കൂ എന്നതുകൊണ്ടല്ലേ. ഇപ്പൊ ഞാൻ ആ കാര്യം നിന്നേക്കാൾ നന്നായി ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. സ്വന്തം അമ്മയേക്കാൾ നീ അവന് വലുതാവില്ലല്ലോ. ഇനി നിനക്ക് അവന്റെ ജീവിതത്തിൽ എന്ത് റോളാ ഉള്ളത്? പതുക്കെ പതുക്കെ അവൻ നിന്നെ മറക്കും. സാരമില്ല. അവൻ എന്നെ മറന്നാലും എനിക്കവനെ ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. അവൻ എന്നും ഇവിടെ ഉണ്ടാവും. കുറച്ചുനേരം മുന്നേ എന്റെ മകന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയെന്ന് നിന്റെ നാവിൽ നിന്നും വന്നില്ലേ? കൈലാഷിന്റെ മീതെ മുഴുവൻ അവകാശം എനിക്കാണെന്നും അവന്റെ നല്ലതും ചീത്തയും എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണെന്നും നിനക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി കാണും. എന്നോട് പിണങ്ങി നടന്ന കുറച്ചു കാലം അവൻ നിന്നോട് ബഹുമാനത്തോടെ പെരുമാറിയെന്ന് കരുതി നിനക്ക് അവന്റെ മനസ്സിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടെന്ന് നീ കരുതണ്ട. കൈലാഷിനെ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കാമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട. പാർവതിയുടെ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്ത ലാഘവത്തോടെ നിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന നീ കരുതുകയും വേണ്ട. ഞാനിപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു ഭൂമികെ. എന്റെ ലോകം മുഴുവൻ ഇപ്പോ കൈലാഷിന്റെ ചുറ്റുമാ കറങ്ങുന്നേ. അവനെ നന്നായി വളർത്താൻ വേണ്ടി ഞാൻ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചു. മറ്റ് പല സ്വപ്നങ്ങളും മാറ്റിവെച്ചു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മകനെ നീ ഒരു പെണ്ണിനെ കാണിച്ച് തട്ടിയെടുക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. അവന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. നീ വീണ്ടും എനിക്കൊരു വെല്ലുവിളിയായി അവന്റെ ജീവിതത്തിലേക്ക് വന്ന നിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഞാൻ ഒഴിവാക്കും. സീത വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാലോ.